ബൈ കൾച്ചർ ഐ എം എ ഹിന്ദു, ബൈ റിലീജിയൻ ഐ എം എ ക്രിസ്ത്യൻ, ബട്ട് മൈ ഫ്രണ്ട്സ് ആർ മുസ്ലിംസ് എന്ന് പറയും. കുടുംബ മൂല്യങ്ങളുള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അവിടെ ഫുൾ ഫ്രോസൺ സദ്യയായിരുന്നു. വാഴയിലടക്കം വരികയാണ്. ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നാലും നമ്മുടെ ഇവിടുത്തെ ഓണസദ്യയിൽ എത്തുന്ന പറയുമ്പോൾ ഈ ഓണം വരുമ്പോൾ എനിക്ക് അതിന്റെ മണമാണ് ഇഷ്ടം. പൂക്കളുടെ മുല്ലപ്പൂവിന്റെ ഒക്കെ ഒരു മണമുണ്ട്. സലീം കുമാറിന്റെ മരണത്തിന് കണ്ടിട്ടില്ല, കുറെ പേര് സെൽഫി എടുക്കുന്നു, ഇതെടുക്കുന്നു. അത് മരിച്ച വീട്ടിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിനെ കാണാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ ഉണ്ട് അടുത്ത പടത്തിൽ എന്താണ് ഇത് വിളിച്ചോണ്ടിരുന്നാൽ നമുക്ക് വെച്ചിരുന്ന വേഷം പോലെ ഒരു കട്ടിയതുള്ളൂ. ഡയറക്ഷനിൽ നമുക്ക് പ്രഷറാവും. നിസ്സാര കാര്യമല്ല. ഇന്ന് എനിക്ക് ഇത്രയും കാശ് കിട്ടിയില്ലെങ്കിൽ ഞാനും മോനും മരിക്കാൻ പോകണം, ആത്മഹത്യ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നത് സന്തോഷ് ജോർജ് ഒളങ്ങരെയും ഈ സുജിത്ത് ഭക്തനൊക്കെയും. പ്രതികരിക്കുന്നവനായിരിക്കണം കലാകാരൻ. എലിയെ പോലെ ജീവിക്കുന്നതിലും പുലിയെ പോലെ മരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനെങ്കിൽ ബാബു അന്യൊന്നും ഒരിക്കലും വീട്ടിൽ പോവില്ല. തന്നെ പറയും ഷൂട്ടിങ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നാൽ പോലെ എന്തിനെങ്കിലും വരുന്നത്. ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ചെത്തി ചിലപ്പോൾ കോട്ടയത്ത്. ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമുണ്ട്, ഞാൻ വെച്ച് പിടിപ്പിക്കുമ്പോൾ പറിച്ചോളെ. വീട്ടില് ലുങ്കിയപ്പുറത്ത് ഇറങ്ങുന്ന ഒരു ഷോർട്സ് ഒക്കെ കിടന്നില്ലേ ആൾക്കാര് അപ്രിയ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നേക്കണത് എന്തെങ്കിലും അബദ്ധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അല്ല കൈ തട്ടിക്കോളൂ. നമസ്കാരം. ടിനി ടോമും അദ്ദേഹത്തിന്റെ ഭാര്യ രൂപയുമാണ് ഇന്ന് നമ്മുടെ പോടത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരു ഓണമാണ്, ഓണത്തിന്റെ വിശേഷങ്ങളാണ് എന്ന് അറിയാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ഹൈറ്റും വെയിറ്റും നല്ലൊരു വലിയ മനുഷ്യൻ, പക്ഷേ വീട്ടിലൊരു കൊച്ചു ഒരു വീട്ടിലേക്ക് ചേക്കേറാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. വീടാണോ ലോകം? ഹൈറ്റും വെയിറ്റും ഉള്ളവരൊക്കെ കൂടുമ്പോഴുള്ള ഹൈറ്റും വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ല, നമ്മൾ നോക്കുമ്പോൾ വലിയൊരു മനുഷ്യൻ വീട്ടിൽ കയറൂലേ? വീട്ടിൽ കയറില്ലെന്നല്ല, ആ ആൾ എപ്പോഴും സാധാരണ നമ്മൾ വിചാരിക്കില്ലേ വലിയ ചിന്തകളോ അല്ലെങ്കിൽ അങ്ങനത്തെ. എന്റെ മനസ്സിൽ അങ്ങനെ ബാബു അന്യൊന്നും ഒരിക്കലും വീട്ടിൽ പോവില്ല. അല്ല, എല്ലാവരുടെയും ഒരു അടിത്തറ എന്ന് പറയുന്ന ഫാമിലി തന്നെയാണ്. ഞാൻ അതിനാണ് ഫാമിലി വാല്യൂസിന് വില കൊടുക്കുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നതും എല്ലാം തീരുന്നത്. അതായത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അവിടെ ഒതുങ്ങിക്കൂടാൻ എനിക്ക് സന്തോഷമുള്ളതാണ്. കാരണം അല്ലാതെ എനിക്ക് വേറൊരു അടിച്ചുപൊളി പരിപാടികളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ എപ്പോൾ വീട്ടിലെത്താൻ പറ്റും. ഇവള് തന്നെ പറയും ഷൂട്ടിങ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നാൽ പോരെ, എന്തെങ്കിലും വരുന്നത്. ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ചെത്തും ചിലപ്പോൾ കോട്ടയത്ത് നിന്നൊക്കെ. അപ്പം അവിടെ എത്തുമ്പോൾ എന്തോ ഒരു എനർജി നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ കാണണം എന്നുള്ളത് തോന്നും. ആകെ ഞങ്ങളൊരു ചെറിയ ഇതാണ്, അതായത് ഞാനും വൈഫും മോനും പിന്നെ ഒരു പൂച്ച, പിന്നെ ബന്ധുക്കളുണ്ട്. എന്നാലും നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ് വീട് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പൊ അവരെ കണ്ടിട്ട് പോകുമ്പോ നമുക്ക് സന്തോഷം. ഓണക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാല്ലേ. ഓണം നമ്മൾ ആഘോഷിക്കുന്ന, കാരണം വീട്ടിലല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഓണം ഞാൻ ബന്ധപ്പെട്ടായിരിക്കും കിടക്കുന്നത്. വീട്ടിലല്ലെങ്കിൽ വീടിപ്പോൾ നമ്മൾ അമ്മമാർ വരാറുണ്ട്. എൻ്റെ അമ്മയുണ്ട്, ഇവളുടെ അമ്മ വരും, അതായിരിക്കും. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പേരോട് ഉള്ള ഓണമായിരിക്കും, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും. ഓണം ഒരിക്കലും മിസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഓണമില്ലാത്ത ഒരു നാടുണ്ടാവില്ല മലയാളികളുള്ള സ്ഥലത്ത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയാലും ഇപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിലാണ് പോകുന്നത്. ഉണ്ടാവും, 25-26 ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ഡൽഹി മലയാളി അസോസിയേഷന്റെ പരിപാടിയാണ് 23-ാം തീയതി അവിടെ നടക്കുന്നത്. ഗോകുലം ചേട്ടനൊക്കെ പാറ്റേൺ ആയിട്ടുള്ളതാണ്, വലിയൊരു അസോസിയേഷനാണ്. അപ്പൊ അവര് എന്നെയാണ് ഇപ്രാവശ്യം അതിഥിയായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ ചെന്നിട്ട് ഓണം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയൊരു. എങ്ങനെയാണ് പ്രവാസികളുടെ ഒരു ഓണം എന്ന് പറഞ്ഞത്, അത് നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്, ടച്ച് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടത്തെക്കാളും ഓണം ആഘോഷിക്കുന്നത് അവരാണ്. അതെ, ഭയങ്കര. അത് ഒരു വർഷം ഒരു കാത്തിരിക്കല്ലേ. നമ്മളിപ്പോ ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ കാത്തിരിക്കുന്നത്. ഒരുപാട് ഉത്സവങ്ങളോട് നമ്മൾ ആഘോഷിക്കാറുണ്ട്, കല്യാണം നടക്കും, ഇതൊക്കെ. പക്ഷെ വിദേശത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇവിടുത്തെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും, ഉപ്പേരി കൊണ്ടുവരും. പിന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ പഴയടത്തിനൊക്കെ ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി സദ്യ ഒരുക്കും. സദ്യക്കൊക്കെ അവർ വലിയ വാല്യൂണ്. നമ്മൾ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് സദ്യയൊക്കെ കാണിക്കുമായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വിഭവസമൃദ്ധമായ സദ്യ ആയിരിക്കും. അത് വേണമെന്ന് നിർബന്ധമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഈ തവണ നന്നാവണമെന്നുണ്ട്. പിന്നെ യു കെയിലൊക്കെ ചെന്ന്, കഴിഞ്ഞ തവണ എൻ്റെ ഓണം യു കെയിലായിരുന്നു. അവിടെ ഫുൾ ഫ്രോസൺ സദ്യയായിരുന്നു. വാഴയിലടക്കം വരികയാണ്. വാഴയിലടക്കം വന്നിട്ട് ചൂടാക്കുക. അത് അപ്പൊ അവർക്ക് സുഖമാണ്, നല്ല ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഫ്രോസൺ സദ്യ എടുത്തിട്ട് വാഴ ഒരു ബോക്സിൽ നിന്ന് 4 പേർക്ക് 5 പേർക്കുള്ളതുണ്ടാവും. പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, എക്സ്പോർട്ടിങ് ഇതായതുകൊണ്ട്. അപ്പൊ എക്സ്പോർട്ട് ചെയ്ത അവിയിലൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത്.
അവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് കുക്കിന്, അതായത് ഹോട്ടലിലുള്ള ആളെ ഏൽപ്പിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ടാവും. ഇപ്പൊ അവിടെ നിറയെ മലയാളികളുണ്ട്, ഈ റെസ്റ്റോറന്റ് നടത്തുന്നവര് അത് ഏറ്റെടുത്ത് ഈ നടത്തും. 2 മാസം മുമ്പ് ഇതുപോലെ ഞാനൊരു ബുട്ടീക്കില് ഒരു ചുരിദാറിന്റെ കാര്യം അടിച്ചപ്പോ അവര് ഭയങ്കര പാക്കിംഗ് ആണ്. അപ്പൊ ചുറ്റുമ്പോൾ പറയുന്നത് 2 മാസം മുൻപ് വിദേശത്തേക്ക് ഓണത്തിന്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ അത്രയും. അപ്പൊ അവര് തന്നെ പറയാണ് ഇത്ര നമ്മൾ ഓണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, പക്ഷെ അവര് ഡ്രസ്സ് പാക്ക് ചെയ്ത് തുടങ്ങി. ഡ്രസ് കോഡൊക്കെ റെഡിയാക്കി വെച്ചൊക്കെ ഇരിക്കുന്ന. അപ്പൊ കാണാനും നല്ല ഭംഗിയാണ്. കാരണം ഇത്രയും മലയാളികൾ ഒരുമിച്ച് ഇപ്പൊ ആണുങ്ങളെല്ലാം ഇത്തവണ ഇറങ്ങുന്ന പുതിയ ഫാഷനായിരിക്കും അവര് മുണ്ടും ഷർട്ടായിട്ട് ഇടുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ഈ ബ്ലൗസൊക്കെ തയ്ച്ച് എല്ലാം റെഡിയാവും, ഭയങ്കര ഒരുക്കാണ്. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ സമയത്താണ് ചെല്ലുന്നത്. അപ്പൊ ആ സമയത്ത് ഇവരെല്ലാം റെഡിയായിട്ട്. പക്ഷെ തലേദിവസം നമുക്ക് കാണാൻ പറ്റും ഓരോ കുടുംബത്തിലുള്ള ടെൻഷനും, കൊച്ചിനെ അവരുടെ ഡാൻസ്, തിരുവാതിര, അത് ഭയങ്കര രസമാണത്. നമുക്ക് ഇവിടെ അങ്ങനെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് സ്റ്റേജിലല്ലേ ചെന്നിട്ടില്ല. ഇതങ്ങനെയല്ല, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തലേദിവസമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒരുക്കങ്ങൾ കാണാൻ പറ്റും. അല്ല, നമ്മളുടെ ഇവിടെ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് 10 ദിവസം നോമ്പ് എടുത്തൊക്കെയാണ് പൂവൊക്കെ ഇടിപ്പിച്ചിരുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടം ഒന്നും ഇല്ല. എന്റെ മക്കള് നോമ്പുണ്ടായിരുന്നു 10 ദിവസം ഓണത്തിന്, അതുപോലെ നവമിക്ക് 10 ദിവസം പൂജപ്പിന് നോമ്പെടുപ്പിക്കും. ഈ പൂ ഇടുന്ന ആള് വീട്ടില് ഞങ്ങളുടെ നോൺ വെജ് കഴിക്കാൻ പാടില്ല, വെജ് പാടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചിട്ടകളുണ്ടായിരുന്നു. പിന്നെ എന്റെ ചെറുപ്പത്തില് 4 ദിവസം വരെ, ഓണത്തിന്റെ 4 ദിവസം വൈകുന്നേരം പപ്പടം പൊളിച്ച് വെച്ചിട്ട് അപ്പോ ഹീറോ വിളിച്ച് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഓണത്തപ്പനെയൊക്കെ വെച്ചിട്ട് ഓടിന്റെ മുകളിലേക്ക് എറിയും. ഓണത്തപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ആർക്കോ ഇറുന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. എന്റെയൊക്കെ വീട്ടില് എന്റെ കല്യാണം വരെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയൊക്കെ മരിച്ചതിന് ശേഷം അതൊക്കെ പോയി. അപ്പൊ എങ്ങനെയായിരുന്നു ഓണത്തിന്റെ ഓർമ്മ? എങ്ങനെയാണ്? ഞാൻ ഇതൊക്കെ തന്നെ എല്ലാവരും ഓണം ശരിക്കും സ്ഥലം എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ എറണാകുളം തന്നെയാണ്. ഓണമൊക്കെ എല്ലാ ഓണവും സ്കൂളിൽ ഓണം ഉണ്ടാവും, വീട്ടിൽ ഓണം ഉണ്ടാവും. രസമായിരുന്നല്ലോ. അതെ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ 22 വർഷമുണ്ടോ. അപ്പൊ എന്താണ് ടിനി ടോം എന്ന് പറയുന്ന നടനെയാണ് ഞങ്ങൾക്ക് എല്ലാം അറിയുള്ളൂ. ടിനി ടോം എന്ന് പറയുന്ന നടനെ ഞാൻ ആദ്യം ഇന്റർവ്യൂസിലൂടെയാണ് കേട്ടോ. ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് ഒരാളെ ഒരിക്കലും പുറത്തുനിന്ന് വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും പല ഇന്റർവ്യൂസ് കാണുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഒളിച്ചു വെക്കാതെ സംസാരിക്കാൻ. അതാണ് എന്റെ പ്രശ്നം. അപ്രിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നേക്കണത് എന്തെങ്കിലും അബദ്ധം പറയാതിരിക്കാൻ വേണ്ടിട്ടാണ്. അല്ല, കൈ തട്ടിക്കോളും. അങ്ങനെ തന്നെയാണോ വീട്ടില്? ഇങ്ങനെ തന്നെയാണ് വീട്ടില്. ഫിൽറ്റർ ഇല്ല. അതുപോലെ തന്നെ. അല്ല, ഇവർക്കൊക്കെ ഇപ്പൊ ഒരുപാട് ഫിൽറ്റർ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കാറുണ്ടല്ലേ? അല്ല, പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ചിട്ട് ഒരു പ്രതികരിക്കുന്നവനായിരിക്കണം കലാകാരൻ. അത് സമൂഹമാണ് നമ്മളെ ഉയർത്തി വിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിലും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒതുങ്ങിയിട്ട് ഞാൻ എൻ്റെ വീട് കാർന്നും പറഞ്ഞിട്ടുള്ള ഒരാളല്ല. ഞാൻ സ്കൂള് കോളേജ് മുതൽ തന്നെ സംഘടനാ പാഠമുള്ള ഒരാളാണ്. അപ്പൊ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കും. അതിലെനിക്കൊരു വീഴ്ചയൊന്നും പറ്റിയില്ല. ചിലപ്പോൾ നമ്മൾ കയറുമായിരിക്കും. പക്ഷെ ജനങ്ങൾ സാവധാനമാണെങ്കിൽ മനസ്സിലാക്കും, പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കും. ഇപ്പോ ഈ ഫേക്കായിട്ട് അന്തർമുഖരായിട്ട് വേറെ മുഖം മൂടി വെച്ച് നടക്കുന്നവർ വരെ അറിയുകയാണ് ജനങ്ങൾ. ഇയാൾ ഫേക്കാന്ന് പറഞ്ഞിട്ടാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യമായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നതിൽ ഞാനത് അഭിമാനമാണ്. എലിയെ പോലെ ജീവിക്കുന്നതിലും പുലിയെ പോലെ മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മരിക്കണമെന്നില്ല, എന്നാലും കരുണാനിധി സാറ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയാനുള്ളത് പ്രതിമ പോലെ ഇരിക്കരുത്, പ്രതികരിക്കണം എന്നാണ് കലാകാരനെ കുറിച്ച് പറയുന്നത്. എനിക്ക് സമൂഹത്തിനോട് കടപ്പാടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നതാണ് കാവൽ മാലാഖമാരെ എപ്പോഴും എന്ന് പറയുന്നത്. പക്ഷെ അത് ചില വാക്കുകൾ ചിലപ്പോൾ ചിലർ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷെ മറ്റു ചിലരുടെ ഉള്ളതിന് സത്യമായിട്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്റെ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ടെൻഷൻ വരും. പക്ഷെ ഞാൻ ആ വാക്കുകൾ ഓർക്കും, കാവൽ മാലാഖമാരുണ്ടാവും എങ്ങനെ ഓർക്കും. അപ്പോൾ അങ്ങനെ ഒരാളുടെ മനസ്സിലേക്ക് ചെല്ലാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാറുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെ വിശ്വാസം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസമുള്ള ആളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന ദൈവത്തെ ആരാധിക്കണമെന്നല്ല, പക്ഷേ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സത്യത്തെ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട്? ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത് ബൈ കൾച്ചർ ഐ ആം എ ഹിന്ദു. നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസം ഉണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ്. പിന്നെ ബൈ റിലീജിയൻ ഐ എം എ ക്രിസ്ത്യൻ, ബട്ട് മൈ ഫ്രണ്ട്സ് ആർ മുസ്ലിംസ് എന്ന് പറയും. എന്നെ കൊണ്ടുവന്നത് എല്ലാവരും മുസ്ലിംസാണ്. പക്ഷെ ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട്. അതാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. കുടുംബ മൂല്യങ്ങളുള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഓണത്തിനൊക്കെ അതുകൊണ്ടല്ലേ ഈ ഇത്രയും പേര് ശ്രമിക്കുന്നത്. അതുമല്ല, അവരുടെ മക്കളെ ഇപ്പോൾ ഇങ്ങോട്ട് വിട്ട് പഠിപ്പിക്കുകയാണ്. ഏകദേശം 10 ലക്ഷം കുട്ടികൾ ഇപ്പോൾ പുറത്തുള്ളവർ ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ആ മൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. ഒരു പ്രായം വരെ ഇവിടെ നിന്നാൽ ഓക്കെ എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് ഞാൻ പല ദുഃഖകരമായ അവസ്ഥ. കാരണം
ഒരു കുട്ടിയെ പറയാനോ ശിക്ഷിക്കാനോ പാടില്ല. അവർ 911 വിളിച്ച പോലീസ് വന്ന് പിടിക്കുന്നതാണ് US ലും UK ലൊക്കെ ഉള്ള അവസ്ഥ. പക്ഷെ അവർക്ക് ശിക്ഷണം കിട്ടണം. നമുക്ക് ശിക്ഷണം കിട്ടിയതുകൊണ്ടാണ് ആ അച്ചടക്കവും ഡിസിപ്ലിനൊക്കെ കിട്ടുന്നത്. അപ്പൊ അതല്ലാതെ ഇപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പോകും, അവര് ഹൂക്കേഴ്സ് എന്ന് പറഞ്ഞ് ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് 1 2 അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഫാമിലിയുടെ സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മകൻ ഒരു പെൺകുട്ടി ഒരു അപ്പനെ ജയിലിലാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര സങ്കടമുള്ള പഴയൊരു മേക്കപ്പ് മാനാണ്, പുള്ളി ജയിലിലായിരുന്നു എന്നിട്ട് ഈ കുട്ടി പറഞ്ഞിട്ട്. അപ്പം അത് ആ അച്ഛൻ്റെ ഒരു ദുഃഖം എന്തായിരിക്കും, ഒരു മകള് പറഞ്ഞിട്ട്. അപ്പം അത് ഇവിടെ നിന്നുള്ള മൂല്യം അങ്ങനെ ചെയ്യൂ ഇല്ല. അപ്പം അവരെപ്പോഴും ആലോചിക്കുന്നത് നാട്ടിൽ വിട്ട് ഇപ്പം അങ്ങനെ കുറേ കുട്ടികൾ പിന്നെ ഇവിടെ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ അവിടെ പാർട്ട് ടൈമായിട്ട് അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു ഗുരുകുല സമ്പ്രദായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോകില്ല. അതൊരു ഘട്ടം വരെ നമുക്ക് ആ ഒരു കൾച്ചർ കിട്ടിയാൽ പിന്നെ വിട്ടുപോകില്ല. അതെ അതെ അതെ, അതൊക്കെ താൽക്കാലികമാണ്, ക്ഷണികമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ പിന്നീട് ഒരു ഒറ്റപ്പെട്ടു പോവുകയും വേറെ വഴിക്കൊക്കെ പോയി ഡ്രഗ്സും വേറെ ഇപ്പൊ ഈ വിദേശികളൊക്കെ വിവാഹം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ബ്ലാക്സിനൊക്കെ, അവർ വഴിയിലിട്ടിട്ട് പോയി കളയും, പിന്നെ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നാലും നമ്മുടെ ഇവിടുത്തെ ഓണസദ്യയിൽ എത്തുന്നു പറയുന്നത് ഏതൊക്കെ ഫുഡ് കഴിച്ചാലും അതാണ് ആ ഇത് കഴിക്കാൻ നമ്മൾ എത്തും. മെക്സിക്കനോ അല്ലെങ്കിൽ കൊറിയനൊക്കെ കഴിച്ച് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് സദ്യ കഴിക്കേണ്ടി വരും. ഇപ്പോ എന്താ പറയുക, ഇവന്റുകൾ ചെയ്യാൻ തുടങ്ങി, കുറച്ചധികം ഇവന്റുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എന്താണ് ഇവന്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ, പിന്നെ എഴുത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്? അപ്പോ ഏത് മേഖലയിലാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലാ വള്ളത്തിലും കാലുകുത്തും. പഴയ പോലെ ഒരു വള്ളത്തിൽ കാലുകുത്തണമെന്നല്ല. കാരണം ഞാൻ ഒരു സംഭവം തന്നെ ചെയ്തുകൊണ്ടിരുന്ന, അഭിനയിക്കുന്ന ആൾ അഭിനയം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈഫിലോ. നമ്മൾ കൃഷി ചെയ്യും, ചിലപ്പോൾ നാടകം കാണാൻ പോകും, നാടകം സംഘടിപ്പിക്കും. സംഘാടനം എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണ്. ഞാൻ മഹാരാജ് കോളേജിലൊക്കെ 3 വർഷം അടുപ്പിച്ച് കൾച്ചറൽ ഫോറം കൺവീനറൊക്കെ ആയിരുന്നു. സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ 10 പൈസ ഇല്ലാണ്ട് നമ്മൾ തുടങ്ങിയിട്ട് ഒരു വലിയ ഗാനമേള നടത്താനുള്ള ഒരു സമ്പാദ്യം വെറുതെ ബക്കറ്റ് കൊണ്ട് പിരിവെടുത്തിയിട്ടാണ് നടത്തുന്നത്. അപ്പൊ അവിടെ മഹാരാജ് കോളേജിലൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയാൽ ഏതൊരു കല്യാണവും വീട്ടിൽ നമുക്ക് നടത്താൻ പറ്റും. കാരണം ഒന്നും 10 പൈസ ഇല്ലാണ്ടാണ് നമ്മളവിടെ ഓരോ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. പക്ഷെ എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഉറവ് എന്നത് അവിടെ എന്താണെന്നറിയാം. അവിടെ പോയി കറക്റ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അതെ അതെ. ഇപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും സ്പോൺസേഴ്സിന് ആവശ്യമാണ്. അപ്പൊ എവിടെ പോയി എന്ത് സംസാരിച്ചാൽ അവിടെ നിന്ന് വരുമാനം വരും അവരുടെ. അതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാറുള്ള സമയമായി എന്ന് എനിക്ക് തോന്നി ഇപ്പൊ. കാരണം എല്ലാ സ്റ്റാർസായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അപ്പൊ നേരിട്ട് അവരെ C3 കണക്ഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ കൈലാഷ് ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ MBA മാർക്കറ്റിംഗ് കഴിഞ്ഞവനാണ്. അപ്പൊ അവൻ ഇവന്റ്സാണ് ചെയ്തിരുന്നത്. സിബി വർഗീസ് എന്ന പേരിൽ ഇവന്റ്സിൽ നിന്നുമാണ് സിനിമയിൽ വന്നത്. അപ്പൊ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് എടുത്തിയാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എടുത്തിയാടിയാൽ നടക്കുള്ളൂ. ഇപ്പൊ തന്നെ തീരുമാനിച്ചാൽ ഇന്ന് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നാളെ നടന്നില്ലെന്ന് വരും. ചിലത് വളരെ സോഫ്റ്റ് ആയിട്ട്, അപ്പൊ സോഫ്റ്റ് പരിപാടിയൊക്കെ അവനെ ഏൽപ്പിക്കും. പെട്ടെന്ന് പോയിട്ട് നടത്തേണ്ട ഈ പൊളിറ്റീഷ്യൻസ് മറ്റേ സ്റ്റാർസിനെയൊക്കെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കണം. ഞാൻ പോകും സ്പോൺസർഷിപ്പ് ഇന്ന് നമ്മൾ പോയി അവരെ കണ്ടില്ലെങ്കിൽ നാളെ നടക്കില്ല. അപ്പം അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇത്രയും കാലത്തെ എൻ്റെ ഒരു ഗുഡ് വില്ലും ഇതുമാണ്. ഇപ്പോൾ ഇവന്റ് തന്നെ C3 കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് 4ാമത്തെ പരിപാടിയായിരുന്നു ഈ മമ്മൂക്കയുടെ. അപ്പോൾ മമ്മൂക്കനെ പോലുള്ള ഒരാള് അങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് വരില്ല. കണ്ടിട്ടുണ്ടാവും, ഭയങ്കര സെലക്റ്റീവായിട്ടും താല്പര്യമില്ല. എന്തിനാണ് അതിൻ്റെ അകത്ത് പോകേണ്ട ആവശ്യമില്ല പുള്ളിക്ക്. പക്ഷെ നമുക്ക് എന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മമ്മൂക്കയാണ്. അപ്പോൾ ഈ ഇവന്റ്സിൻ്റെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഉദ്ഘാടന പരിപാടി മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം ഹൈദരാബാദിൽ രാജമന്ത്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിളിപ്പിച്ച് 2 ദിവസം ഞങ്ങളിവിടെ താമസിച്ച് ശുദ്ധവുമായിട്ട് ചെലവഴിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉപദേശങ്ങൾ തന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് വന്നത്. ഈ ബന്ധങ്ങളെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയുന്ന ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എവിടെ കൃത്യമായിട്ട് അനാവശ്യമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ സമയത്ത് അവരെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? യൂട്ടിലൈസ് മുതലെടുക്കുന്നല്ല ഉദ്ദേശിച്ചത്, അതല്ലാതെ ഒരാളെ ഉപദ്രവിക്കാതെ. അത് നമ്മളിപ്പോ എല്ലാ ദിവസവും വിളിക്കുക അല്ലെങ്കിൽ അതൊന്നും കാര്യമില്ല. ഇപ്പൊ 3 മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ചിലപ്പോൾ ഇവരെയൊക്കെ കാണുന്നത്. പക്ഷെ ആ ബന്ധം നമ്മൾ അത് ഔചിത്യബോധം എന്ന് പറയും. അത് എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. എനിക്കറിയാം കറക്റ്റ് ഞാൻ വേണ്ട സ്ഥലം ഏതാണെന്നറിയാം. അത് ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അവിടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമാണോ എന്ന് തിരിച്ചറിയുന്നത് തന്നെ ഭാഗ്യമാണ് നമുക്ക്. പിന്നെ ആ സെൻസ് വേണത്. പിന്നെ
ആസ്വദിക്കാൻ കഴിയുള്ളത്. എന്തും ആസ്വദിക്കാൻ കഴിയുന്നത് ചിലർക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ കൊച്ചു റേസ്യ പുണ്യാളത്തി പറഞ്ഞിട്ടുണ്ട് ഒരു ഇതില്, ആസ്വദിക്കാൻ കഴിയുക എന്നതിനാണ് ദൈവത്തിന് നന്ദി പറയണമെന്ന് പറയും. ചിലർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അടുത്ത കോമഡിയൊക്കെ കണ്ടാലും ഇങ്ങനെ ഇരിക്കും, പാട്ട് കണ്ടാലും ഇങ്ങനെ ഇരിക്കും. അതിലൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയും. ഓവർ എക്സൈറ്റഡ് ആവാറുണ്ട്. ഇതെന്താണ് കണ്ണ് നിറയാറുണ്ട്. പെർഫോമൻസ് ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനാണ് ഞാൻ നന്ദി പറയുന്നത്. അപ്പൊ ഈ ഇവന്റ്സും ഈ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആസ്വദിക്കാനും ആസ്വദിക്കപ്പെടാനും പറ്റണം നമ്മൾ. അപ്പോൾ അത് ഒരു ഭാഗ്യമാണ്. കാരണം എല്ലാവർക്കും ആ സെൻസ് കൊടുത്തിട്ടില്ലല്ലോ. ചിലർക്ക് നോർമലായിട്ടുള്ള ഉള്ളവരായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ഇത് ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കേൾക്കാനും അത് സ്മെല്ല്, ഇപ്പോൾ പൂക്കളത്തിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മണം കിട്ടും. ഈ ഓണം വരുമ്പോൾ എനിക്ക് അതിന്റെ മണമാണ് ഇഷ്ടം. ആ പൂക്കളുടെ മുല്ലപ്പൂവിന്റെ ഒക്കെ ഒരു മണമുണ്ട്. അതാണ് എനിക്ക് നൊസ്റ്റാൾജി അടിപ്പിക്കുന്നത് കോളേജിലുള്ളതും അത്. അപ്പോൾ ഇതെല്ലാ സെൻസസും നമുക്ക് തന്നതിനാണ് ഞാൻ ദൈവത്തിന് അനുഗ്രഹം കൊടുക്കും, നന്ദി പറയുന്നത്. ഈ അനുഗ്രഹം തന്നത്. കാറുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ കാറുകൾ ഒരു ക്രേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ തന്നെ പനമ്പള്ളി നഗറിലൊക്കെ വരുമ്പോ ഒരു പയ്യൻ വരും. അപ്പൊ ആ പയ്യനോട് നമ്മളിങ്ങനെ അന്വേഷിക്കുമല്ലോ. അപ്പൊ ആ പയ്യനോട് പറയുന്നു പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് എന്ത് വല്ലതും ചെയ്തോ എന്ന് പറയുന്നു. അപ്പൊ അവിടേക്കാണ് ഒരു മനുഷ്യനെ നമ്മൾ അളക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും വില കൂടിയ ഒരു വാഹനം വാങ്ങിച്ചു വരികയാണ്. പലർക്കും നമ്മളുടെ ഇത്രയും വിലയില്ലാത്ത വാഹനമാണെങ്കിൽ ഇപ്പോഴും റോഡിലിടുമ്പോ പേടിയാണ്, ആരെങ്കിലും ഒന്നും കുറച്ചിട്ട് പോകുന്നത്. പക്ഷെ അതല്ലാതെ ഒരു കുട്ടിയുടെ മനസ്സ് കാണാൻ പറ്റാന്ന് പറയുന്നത് അവിടെ മനുഷ്യത്വമാണ് അവിടെ കാണുന്നത്. മനുഷ്യത്വം അവന്റെ ഒരു ബുദ്ധിയാണല്ലോ. അല്ല, ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലെങ്കിൽ അവന്റെ ഒരു ചിന്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം നടക്കാതെ പോയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അറിഞ്ഞു വന്ന ഒരാളാണോ? അത് നല്ലതാണ്. നമുക്ക് അനുഭവങ്ങളുള്ളത് അഭിനയത്തിനും ഗുണം ചെയ്യും, നമ്മളെ പാകപ്പെടുത്താനും പറ്റും. ഈ അവന്റെ ഒരു കൊതിയാണ്. അവൻ അന്ന് ദൂരം കുട്ടികളുണ്ട് അവിടെ. ഇവൻ സൈക്കിളും ചവിട്ടിയിട്ട് എന്റെ വണ്ടി എവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നിങ്ങനെ നോക്കിയിരിക്കും. ഒരു പ്രശ്നം അവൻ ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട്. എന്റെ വണ്ടി എവിടെ കിടക്കണം അറിഞ്ഞിട്ട് വരും. അപ്പൊ അവന്റെ അടുത്ത് പറയും, നിനക്ക് അവൻ ഭാവിയിൽ ഉഗ്രം വണ്ടി മേടിക്കും. ഞാൻ അങ്ങനെ നോക്കിയെന്നുള്ളതാണ്. ഒരു അംബാസഡർ കാറിൽ കയറാൻ കൊതിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇപ്പോ ഈ സ്പോർട്സ് കാർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സ്റ്റോറിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇതെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ഭുതപ്പെടുകയാണ്. ഞാനൊരു ഇങ്ങനത്തെ ഒരു കാറ് മേടിക്കുന്നു എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് ലക്ഷറി എന്ന് പറഞ്ഞാൽ പാപമല്ല. നമുക്ക് ദൈവം തരുന്നത് കെട്ടി ഇങ്ങനെ വെക്കാനല്ല, സഹായിക്കാൻ ചെയ്യണം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അത് ഒരു കടലാസ് 15 രൂപ പറയുന്നുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണം മാത്രമെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാൻ, അത് ദുരുപയോഗിക്കുകയല്ലോ. ഒരാളെ സഹായിക്കാൻ ഉപയോഗിക്കാൻ, നമുക്ക് അത് ഉപയോഗിക്കാം. നമ്മള് കഷ്ടപ്പെടുന്നത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ കൂട്ടി വെച്ചാലല്ല സന്തോഷം കിട്ടും. അപ്പൊ ഇതിന്റെ മറ്റേ കാറൊക്കെ മേടിച്ച കമന്റ് പരിപാടിയിൽ ഇത്രയോ പാവങ്ങളുണ്ട്, അവരെ സഹായിച്ചൂടെ? നമ്മളത് ചെയ്യേണ്ടത്, അത് പറയണമെന്നുള്ളൂ. പക്ഷെ അവരെ മാത്രം സഹായിച്ചിട്ട് നടന്നില്ല. ഞാൻ കഷ്ടപ്പെടണേ, എനിക്ക് എൻജോയ് ചെയ്യണ്ടേ? അപ്പൊ അയ്യോ ഒരുത്തന് വീട് വെച്ച് കൊടുക്കാമായിരുന്നു, ഇവൻ ഇത് ആർഭാടം കാണിക്കുന്നു. നമ്മൾ പിന്നെ ഇത് എന്താണ്, ആരും മേടിക്കൂല. അപ്പൊ അത് നമുക്ക് നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മേടിച്ചൊരു വണ്ടിക്ക് മൈലേജ് കുറവാണ്, ഇരിക്കാൻ സുഖമില്ലാന്ന്, ആകെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാളെന്റെ അടുത്ത് പറഞ്ഞാണ്, എന്തിനാണ് ഈ ഇത്രയും കാശ് കൊടുത്ത് ഈ വണ്ടി മേടിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ആംബുലൻസ് മേടിക്ക്, കിടന്നു പോവുകയും ചെയ്യാം, നല്ല നീണ്ടു തീർന്ന് കിടക്കാം, നല്ല സ്ഥലമുണ്ടോ. അതല്ലല്ലോ ഒരു വാഹനത്തിന്റെ ഇതെന്താണ്, അതിന്റെ വേഗത. ആ ഒരു കുതിര തന്നെ വേണമെന്നില്ല നമുക്ക്, കഴുതയുടെ പുറത്തിരുന്നാ പോയവര്. അപ്പൊ കുതിരനെ മേടിക്കുന്നത് എന്തിനാണ്? ആ ഒരു പവറും ആ ഫീലും അത് തരുന്നൊരു എനർജി ഉണ്ട്, അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാലത്ത് എപ്പോഴെങ്കിലും സിനിമയിൽ വരുന്നതിന് മുൻപ് ഞാനൊരു സിനിമാക്കാരനാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഈ ഒരു പ്രൊഫഷനിലേക്ക് വരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഒരു 99% പേരും 10% പേരും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ആ കുട്ടിക്കാലത്ത് അവർ കണ്ണാടിയുടെ മുമ്പിൽ, കാരണം നമ്മൾ ഹീറോസ് ആയിട്ട് കാണുന്നത് സിനിമയിൽ അവരല്ലേ. അപ്പൊ അതുപോലെ ആവാൻ ശ്രമിക്കും. പിന്നെ 1% ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തു പറയാത്ത ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും സിനിമയിലൊന്ന് മുഖം കാണിക്കണം. ഞാൻ പരിചയപ്പെട്ടുള്ള എല്ലാവരുടെ ഉള്ളിൽ അതുണ്ട്, ഉണ്ടാവും, തീർച്ചയായിട്ടും. അത് കാരണം നമ്മൾ കണ്ടിട്ടുള്ള നായകനും സിനിമയിലാണ്. അപ്പൊ അതുപോലെ ആവാൻ അവർക്ക് എന്തും സാധിക്കുമല്ലോ. എന്തും ഇന്ന് ഡോക്ടറാണെങ്കിൽ നാളെ എഞ്ചിനീയർ, മറ്റന്നാ പോലീസുകാരനാവാം, ഫ്ലൈറ്റ് മറ്റേ അത് പഠിക്കാണ്ട് തന്നെ പൈലറ്റ് ആവുന്നു. അപ്പോ അതൊരു സ്വപ്ന ലോകമാണ്. നമ്മുടെ ആഗ്രഹം ഇന്ന് നടക്കുന്നു അല്ലെങ്കിൽ നാളെ നടക്കുന്നു. അപ്പൊ
ആ ഒരു പാഷൻ എന്നിലുണ്ടായിരുന്നു. അപ്പൊ സിനിമയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെയോ ആ റൂട്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അവിടം വരെ എത്തി. അത് എങ്ങനെ എത്തി എന്നൊന്നും എനിക്കറിയില്ല. സിദ്ദിഖ് സാറാണ് ഒരു എൻട്രി തന്നതെന്ന് കേട്ടിട്ടുണ്ട്. അല്ല സിദ്ദിഖ് സാറ് സിനിമയിലോ? അല്ല രഞ്ജിത്ത് സാറാണ് സംവിധായകൻ. രഞ്ജിത്താണ് യഥാർത്ഥത്തിൽ ഒരു ലാൽ ജോസ് സാറിന്റെ പട്ടാളത്തിൽ ഞാനൊരു വേഷം ചെയ്തിരുന്നു. ലാൽ ജോസ് സാറാണ് അതിലൊരു ക്യാരക്ടർ തന്നിരിക്കുന്നത്. സിനിമയിലെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വരുന്നത് പ്രാഞ്ചേട്ടൻ സിനിമയിലൂടെ. അതെ. അതിനുശേഷം വർഷത്തില് എന്തായാലും മിനിമം ഒരു 5 പടമെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയ സിനിമാ വിശേഷങ്ങളെ കുറിച്ച് പറയാം. പുതിയത് ഇപ്പൊ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ സിനിമയാണ് റിലീസ് ആവാൻ നിൽക്കുന്നത്. ഇനി എന്നത്തേക്കാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ ഓണത്തിന് പറഞ്ഞിരുന്നത്. പക്ഷെ ചില മാറ്റങ്ങൾ ഈ വയനാട് ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് മാറിയിട്ട് സെപ്റ്റംബർ 11 ആവുന്നു. ഓണം കഴിഞ്ഞതിന് ശേഷമാണ്. ഓണത്തിന് ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ 4-ാം തീയതി വെച്ചപ്പോ ദുൽഖറിന്റെ പടം ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് അതൊരു വളരെ ചെറിയ പടമാണ്. പക്ഷെ ഒരുപാട് താരങ്ങളുണ്ട്. ഞാൻ വലിയ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന പടമല്ല. അപ്പൊ അതിനൊരു സ്പേസ് കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. കലാഭവൻ ഷാജോൺ, വിജയരാഘവൻ ചേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാൻ. അതിൽ നായകനില്ല. ശരിക്കും നായികയില്ല. അന്ധവിശ്വാസത്തിന്റെ ഹ്യൂമറായിട്ട് പറയുന്ന ഒരു പടമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ചേരാന്ന് പറഞ്ഞൊരു പടം വരാറുണ്ട്. റോഷൻ മാത്യൂസും അതുപോലെ തന്നെ രജീഷ വിജയനും. അതിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്. പിന്നെ പെരുങ്കളിയാട്ടം എന്നുള്ളൊരു വലിയൊരു ഇതിലുള്ള ബാനറിലുള്ള അത് ഇപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ ഡയറക്ടർ ജയരാജിന്റെ കളിയാട്ടങ്ങളുടെ ഇതാണ്. അപ്പൊ അതൊക്കെയാണ് റിലീസ് ആവാനുള്ളത്. ഇപ്പൊ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് തുടങ്ങി കഴിഞ്ഞിട്ട് പറയാം. പിന്നെ നമുക്ക് നേരത്തെ എഴുത്തിന്റെ എഴുത്ത് സ്വന്തം ജീവിതാനുഭവങ്ങളാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ സിനിമയിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളാണോ അല്ലെങ്കിൽ ആ ഒരു? അതെ. എന്റെ 8 വർഷം അമ്മയുടെ ജീവിതകാലം എന്താണ് സിനിമ. യഥാർത്ഥത്തിൽ മേക്കപ്പ് ഇടുന്നതിന് മുമ്പും മേക്കപ്പ് ഇട്ടതിന് ശേഷമുള്ളൊരു 2 ഷെയ്ഡ്സ് ഉണ്ട്. മനുഷ്യനായിട്ടുള്ളതും മനുഷ്യൻ ഒരു അഭിനേതാവായി മാറുമ്പോഴുള്ളത്. അത് വളരെ ഹ്യൂമറസ് ആയിട്ടാണ്, എന്നാൽ ഭയങ്കര ഇമോഷണലുമാണ്. അത് മരിച്ച വീട്ടിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിനെ കാണാൻ പറ്റുന്നത്. ഏറ്റവും നല്ല നടന്മാരെന്ന് പറഞ്ഞാൽ വ്യാജന്മാരാണ്. ഇപ്പൊ വ്യാജ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അവർ കുറെ നാള് ഈ ചികിത്സിക്കും. അവര് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ് വ്യാജനാണെന്ന്. അപ്പൊ അത് അഭിനയത്തിന്റെ കഴിവാണ്. ചില ആൾക്കാരെ ഫീൽ ചെയ്യിപ്പിക്കാണ്. അവരാണ് ഉഗ്രൻ ആക്ടേഴ്സ്. പിന്നെ ഈ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ കണ്ടക്ടർ വേണ്ടത്, കാരണം പോലീസിന്റെ ലുക്കായിരിക്കും. അപ്പൊ അതെന്താ, അവന്റെ ഗെറ്റപ്പ്, അവന്റെ സംസാര രീതി, അവനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആക്ടർ ആവാൻ പറ്റും. വ്യാജന്മാര് ഇത് എങ്ങനെയാണ്? അപ്പൊ അതിനകത്ത് നിന്നാണ് ഒരു കഥ തിരിഞ്ഞു വന്നിരിക്കുന്നത്. അത് ഈ മരണത്തിൽ കാണുന്ന ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ആ ബോഡിയുടെ അടുത്ത് വരുമ്പോഴാണ് അവർ ആക്ടറായിട്ട് മാറുന്നത്. അതിനുമുമ്പ് ചിരിച്ചു കളിച്ചായിട്ടിരിക്കും. ഇപ്പൊ കണ്ടിട്ടില്ലേ ബന്ധുക്കളൊക്കെ? ഇപ്പൊ സലീം കുമാറിന്റെ മരണത്തിന് കണ്ടിട്ടില്ല, കുറെ പേര് സെൽഫി എടുക്കുന്നു, ഇതെടുക്കുന്നു. അവിടെ എന്താണ്, ഇവരെന്തിനാണ് വരുന്നത് എന്നുള്ളതുണ്ടല്ലോ. അത് 1-2 പേരുണ്ടാവുള്ളൂ കരയുന്നവര്. ബാക്കിയെല്ലാം അഭിനയിക്കാൻ വരുന്ന ആൾക്കാരാണ് പല രീതിയിൽ. എല്ലാവരും എന്ന് പറയാനുള്ള ഞാൻ കുറെ പേര് ഉള്ളവരുണ്ടാവും. പക്ഷെ ആത്മാർത്ഥമായിട്ട് ആ നഷ്ടം എന്ന് പറയുന്നത് ഇപ്പം ഞാനാണെങ്കിലും അവിടെ കരഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് മറന്നു പോയിരിക്കും. പക്ഷെ ജീവിതകാലം മൊത്തം നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കലാഭവൻ നവാസിന്റെ മരണം, ആ കുടുംബം എപ്പോഴും അത് ഇങ്ങനെ ആ മരണമൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്ന ഒരു മരണമാണ്. നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും ആ മരണമൊക്കെ അങ്ങനത്തെ ഒരാളാണെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് വ്യക്തിബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചില അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്കൊരു വേദന വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു മരണം വരുമ്പോൾ അത് കഴിഞ്ഞ് കാണുന്നില്ല നമ്മൾ. പിന്നെ ഈ ജന്മത്തിൽ പിന്നെ നമ്മളവരെ കാണൂല. അപ്പൊ ഞാൻ ആ പരിസരത്തും ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഞാൻ മുഴുവൻ അവരോടൊപ്പം ചെലവഴിക്കും. ലാസ്റ്റ് യാത്രയപ്പിന് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. ഞാൻ കണ്ടിരുന്നു സലിമേട്ടന്റെ സമയത്ത്. എത്ര വർഷം, 35 വർഷം ഇങ്ങനെ ഒരുമിച്ചുണ്ടായാൽ ഇനി ഈ ജന്മത്ത് കാണിച്ച ചാരമായി പോലെ. അന്ന് നിന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ചിന്തിക്കുകയാണെങ്കിൽ ചാരമായിരിക്കൂലേ. പിന്നെ ഈ മമ്മൂക്കയുമായിട്ടുള്ള ഇവന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവന്റ് ചെയ്യുമ്പോൾ മമ്മൂക്ക നേരത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ കാണാറൊന്നുമില്ല. പക്ഷെ മമ്മൂക്ക വന്നപ്പോൾ, ഞാൻ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാണ്. വന്നപ്പോൾ ഞാൻ അവിടെയാണ് ചോദിക്കാൻ വന്നത്, ആ വ്യക്തിബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ്
അല്ലെങ്കിൽ എവിടെ നിർത്തിയോ പിന്നെ കാണുമ്പോൾ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അപ്പൊ ഈ ക്വാളിറ്റി ചെറുപ്പം തുടങ്ങി ഇങ്ങനെ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവൽ മാലാഖയെ ഞാൻ അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതുപോലെ എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മള് അത് ഭാഗ്യം കൊണ്ട് നമ്മുടെ കാരണവന്മാരുടെ ഗുണം കൊണ്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് കിട്ടി അങ്ങനത്തെ ഒരു കഴിവുള്ള ആളാണ്. അതെ അതെ, വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോവാറില്ല. മരിച്ച വീട്ടിൽ മാത്രമാണ് വിളിക്കാണ്ട് പോകാൻ പറ്റണത് നമുക്ക്. ബാക്കി ഒരു സ്ഥലത്ത് നമ്മൾ വിളിക്കാതെയോ അംഗീകാരം ഇല്ലാതെ പോകരുത്. ഇരിക്കാൻ പറ്റാത്ത സീറ്റിൽ കയറി ഇരിക്കരുത്, അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. അതൊക്കെ നമ്മൾ ബൈബിളിലുള്ളതാണ്. മുൻപന്തിയിലുള്ളവൻ പിൻപന്തിയിലും അതിലൊക്കെ കൃത്യം സങ്കീർത്തനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും നമ്മളൊരു പരിപാടിക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ കയറി ഇരിക്കരുത്, അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. നമ്മൾ പറയുന്ന സ്ഥലത്ത് പോയി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം അതെല്ലാം ആ ഗ്രന്ഥത്തിലുണ്ട്. അപ്പം അത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് എനിക്കറിയാം എന്നെ അനാവശ്യമായിട്ട് ഇപ്പം ഇടിച്ചു കയറി ചെല്ലുക. അതുകൊണ്ട് ചാൻസ് പോലും ചോദിക്കാൻ എനിക്ക് മടിയാണ്. കാരണം നമ്മളെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് ഇത് ഇഷ്ടക്കേടണി 2 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ശല്യം എന്ന് പറയും എന്ന് എനിക്കറിയാം. കാരണം എന്നോട് ചാൻസ് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് എൻ്റെ അവസ്ഥയിൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ എന്നെ വിളിച്ച് ശല്യം എനിക്ക് ഇറിറ്റേഷൻ ആവാറുണ്ട്. അതുതന്നെ എനിക്ക് മറ്റു ഡയറക്ടേഴ്സിനും. എങ്കിലും നമ്മൾ ജീവിച്ചിരിക്കേണ്ടെന്നുള്ളൊന്ന് ഓർമ്മപ്പെടുത്തണം. കരയണ കുഞ്ഞിനെ പാലുള്ളൂ. പിന്നെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് ബുദ്ധിപൂർവ്വം റിമൈൻഡ് ചെയ്യുക. അല്ലാണ്ട് വിളിച്ചിട്ട് ഹലോ ഞാൻ ഇവിടെ ഉണ്ട്, അതെ അടുത്ത പടത്തിൽ എന്താണ് ഇത് വിളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വെച്ചിരുന്ന വേഷം പോലും അവർ കട്ട് ചെയ്തോളൂ. അതെന്താണ് പറഞ്ഞത് ഔചിത്യബോധം എന്ന് പറഞ്ഞത്. അത് പഠിപ്പിക്കാൻ പറ്റില്ല. അത് എനിക്ക് കുറച്ച് പേര് അറിയാം, ഒരു ഔചിത്യബോധം ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ കോമഡി ആയിട്ട് തോന്നാറുണ്ട്. കാരണം എനിക്കറിയാവുന്നൊരു സുഹൃത്ത് കലാഭവമണിയുടെ അനുശോചന യോഗത്തിൽ എല്ലാവരും വളരെ അന്ന് മമ്മൂക്ക സ്റ്റേജിൽ പറഞ്ഞ ആര് കൈയടിക്കരുത്, അനുശോചന യോഗമാണെന്ന് പറഞ്ഞു. ആ സുഹൃത്ത് സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചേക്കണം. മണിച്ചേട്ടനെ ചിരിച്ചേക്കണം. അത് മെഗാഷോയല്ലല്ലോ. ഔചിത്യബോധം എന്ന് പറയുന്ന ഒരു സാധനം അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോ ഇത് ആരാണ് എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞ ഔചിത്യബോധം ജന്മന കിട്ടുന്നതാണ്.